ചോദ്യം ലാലേട്ടനും ഓരോ ചോദ്യം വിസ്മയിക്കും. ഈ തുടക്കം സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാം? വിസ്മയ, അടുത്ത ചോദ്യം, പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം, ടിപ്പ്? ആദ്യം ലാലേട്ടൻ, അത് കഴിഞ്ഞ് വിസ്മയ. എങ്ങനെ എത്ര മണിക്കൂർ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. എനിക്ക് ഓഫ്കോഴ്സ് കഥ കേട്ടു, അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് ഇത് സത്യം. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ സത്യം. വിസ്മയ, പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? അങ്ങനെ ടിപ്സ് ഒന്നും തന്നില്ല, ബട്ട് ഹി ജസ്റ്റ് സെഡ് ഹാവ് ഫൺ ആൻഡ് ഡിസ്കഷൻ. അങ്ങനെ ഡിസ്കഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. ആൻഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിവേസ്, യാ. ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമായിട്ട് ജൂഡൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യം ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം, വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണല്ലോ. അപ്പം മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛൻ്റെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, ലൈക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് നെർവസ്. സോ ഞാൻ നെർവസ് ആയിരുന്നു. 18 16, സോറി. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ജൂട്ടേട്ടൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process, and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time?
Basically, common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can, on the travel, you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ കോ ആക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി എന്താണ് ബി ഇൻ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പം മായ സംടൈംസ് വി ഫീൽ അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരടുത്തല്ല, എല്ലായിടത്തും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിന് ഒരു ഇറിറ്റേറ്റഡ് ആകാതെ, സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ. ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാകും, പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ഇപ്പോൾ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ്, ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ more it can happen on the stage. This is something different. Entity wise it's totally different cinema എന്ന് പറയുന്നത്. So you have to practice. നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. And basically I believe an actor needs excellent common sense. Thank you. Thank you so much, sir. Hi Vismaya. Hope you're doing well, and welcome to Malayalam film industry. Thank you. So I just want to ask you something. When we are looking into the poster of our movie, we could see some huge names actually. With Jude Anthony Joseph, we could see Yannick Ben there, Stan Silva, and if we are looking into DOP, Akhil George, Jomonty John, other than our own Jake Spichoy, everyone. So first ever movie, you are getting the chance to work with them. That is something very huge, which is very happiest part of the main journey. So how do you feel? I think like so grateful that this can be my start, and obviously that's only because of my dad, right? But the chance to work with everyone here, and they were so patient and so incredibly like I'm a beginner, but the fact that they were patient with me, that yeah. Yeah, as I'm just asking a follow-up question in that, as you are a beginner, and we know that our Malayalam film industry is still now going through a remarkable phase actually. So in this remarkable phase, we could see newcomers, freshers are getting enough chance. Day by day, we could see they are scoring hundreds in box office, those things and all. At this momentum, you are getting a chance to be in this industry for as Thodakam. So how do you feel that opportunity as well? Like again, just grateful. There were so many moments that I'm in the set and I'm looking around and I'm like, wow. Yeah. Sure. Thank you. Yeah. വിസ്മയ Sorry. വിസ്മയ നമ്മളിപ്പോൾ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ മീശപിരി, മുണ്ട് മടക്കുത്തി, കാല് വലിച്ചിട്ടുള്ള അടിയൊക്കെ. അപ്പം വിസ്മയ വരുന്നു, അപ്പോൾ ഒരു ആക്ഷൻ മൂവി ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ലൈക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടാ എങ്ങനെയാ നമ്മുടെ അത്രയും കാല് പൊക്കുന്നില്ല, അത്രയും കാല് പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും, അത് പറഞ്ഞില്ലേ, ചൂട് പറഞ്ഞു. ഞാൻ വേട്ടെ, ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ. സ്റ്റൻ സിൽവ, മറ്റേത് ഇതിൻ്റെ പേരും യാനിക് ബെൻ, ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ വീട് പാവം. ലാലേട്ടനോട് ചോദിക്കാം, എന്നോട് ചോദിക്കേ. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഇമ്പ്രസീവ് ആണ്, ഇൻ്റർവ്യൂ കാണുമ്പോൾ ആൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പം തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. എനിക്കാ? അല്ലല്ല, വിസ്മയക്ക്. ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ആ ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്.
ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും, അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു പ്രിപ്പറേഷനാണ്, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ല ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ, അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തു. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണെന്ന്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. അപ്പം നമ്മളെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ, കണ്ടിന്യൂ. Sir, one question to you. You've always described your filmmaking process as instinctive rather than a lot of elaborate performances. But watching Vismaya during her filmmaking process, did you recognize her own style of preparation, or could you connect it with your style of just going with the flow? No, she has got a problem of the language. ഒരു നമ്മൾ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്ന ഭയങ്കരമാണ്. സോ ഷീ ഡസൻറ്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ നോർമലി ആക്ടേഴ്സിന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So, I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അതല്ല, സ്ലോലി ഇറ്റ് ഇസ് എ പ്രാക്ടീസ്. അപ്പോൾ അതിൽ നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ, വി സേ ദാറ്റ് ഈസ് ഞാൻ ചെയ്തു എന്നല്ല. അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി, ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമല്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹർ ഓൺ വേ. ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ അസോസിയേഷൻ, വാച്ചിങ് മൂവീസ്, ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.